ക്രിസ്തുയേശുവിൻ്റെ അളവറ്റ കൃപയാലും കാരുണ്യത്താലും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താലും ദൈവം ഒരു ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നതിനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിരുനാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ ഉപയോഗപ്രദമാകട്ടെ. ദൈവകൃപ നമ്മോടുകൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 122 സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ആരോഹണ ഗീതത്തിലെ 3 സങ്കീർത്തനം. അസെൻഡിങ്, ഒരു ഉയർച്ചയിലേക്ക്. യെരൂശലേം ഉയർന്ന മലയിലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വലിയ മലയല്ല, എന്നാൽ ആ പ്രദേശത്തെ അനുസരിച്ച് നോക്കുമ്പോൾ അത് ഉയർന്ന തലമാണ്. അങ്ങനെ ആ ഉയർന്ന തലത്തിലേക്ക് കയറി പോകുമ്പോൾ ആലപിക്കുന്ന സങ്കീർത്തനം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിനും ഉയർച്ചകൾ ലഭിക്കുവാൻ, നമ്മൾ താഴ്ചയിലേക്കല്ല ഉയർച്ചയിലേക്ക് തന്നെ വരുവാൻ, ജീവിത നിലവാരം ഉയരുവാൻ, ക്രിസ്തീയ സാക്ഷ്യം ഉയരുവാൻ, ക്രിസ്തീയ ജീവിത അനുഭവങ്ങൾ ഉയരുവാൻ, ദൈവിക ബന്ധത്തോടുള്ള ആ സ്നേഹം ഉയരുവാൻ, ഇതെല്ലാം നമുക്ക് ഇടയായി തീരേണ്ടതിന് ഈ സങ്കീർത്തനങ്ങൾ ഉതകട്ടെ. ഈ സങ്കീർത്തന പഠനം, ധ്യാനം, അതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. താഴ്ചയിലേക്കല്ല, താണുപോകുകയല്ല, ഉയർന്നു കയറി വരുവാൻ, ദൈവഹിതപ്രകാരം, ലോകപ്രകാരമുള്ള ഉയർച്ചയല്ല. ലോകപ്രകാരമുള്ള ഉയർച്ച കാണുന്നുണ്ട്. സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്ന ഒരു അനുഭവമുണ്ട്. നമ്മൾ പറയും കൂണ് പോലെ മുളച്ചു വരുന്നതെന്നൊക്കെ പറയും, അല്ലെങ്കിൽ വെള്ളത്തിൽ, അങ്ങനത്തെ ഒരു അനുഭവമല്ല. സ്ഥായിയായ സ്ഥിരമായ ദൈവിക അനുഭവത്തിൽ, ദൈവകൃപയിൽ വളരുന്ന ഒരു അനുഭവം. നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ. ഒരു കാട്ടിൽ നിൽക്കുന്ന ഒരു ചെടി, അതിനൊരു ഗ്യാരണ്ടിയില്ല. വളർന്നു വരുന്നു, അതും വളരുന്നു, മറ്റൻ്റെ കൂട്ടത്തിൽ വളരുന്നു. പക്ഷെ അത് ആര് വേണമെങ്കിലും വന്ന് വെട്ടിക്കൊണ്ടു പോകാം, അത് നശിപ്പിക്കപ്പെടാം. എന്നാൽ നമ്മൾ യെശയ്യാവിലൊക്കെ വായിക്കുന്ന പോലെ കെട്ടിയടച്ച ഒരു തോട്ടം, ഒരു ബൗണ്ടറി ഉള്ള ഒരു തോട്ടം, ഒരു ഗാർഡൻ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു 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 കൃഷിത്തോട്ടം ഉണ്ടായിരുന്നിരിക്കട്ടെ, അതിനങ്ങനെ ചുമ്മാ ആർക്കും അങ്ങനെ പ്രവേശിക്കാൻ പറ്റില്ല, അതിനെ തൊടാൻ പറ്റില്ല, അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. ബിക്കോസ് അതിന് ഒരു യജമാനനുണ്ട്, ഒരു ഉടമസ്ഥനുണ്ട്. മറ്റത് പുറമ്പോക്ക് അല്ലെങ്കിൽ വിജനപ്രദേശത്തൊക്കെ വളരുന്ന, ഇങ്ങനെ സ്വാഭാവികമായിട്ട് വളരുന്നതാണ്. അതാരും നട്ടുപിടിപ്പിച്ചതല്ല, തന്നെ വളരുന്നത്. എന്നാൽ വിലയുള്ളത്, ശ്രേഷ്ഠമായതെല്ലാം നട്ടുപിടിപ്പിക്കുകയും പരിപാലിക്കപ്പെടുന്നതുമാണ്. അങ്ങനെയുള്ളൊരു വൃക്ഷമായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ. വെറുതെ വളരുന്നതല്ല, ലക്ഷ്യമില്ലാതെ വളരുന്നതല്ല, ലക്ഷ്യബോധത്തോടെ ദൈവഇഷ്ടപ്രകാരം വളരുവാൻ, ദൈവഹിതം തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ ഈ തിരുവെഴുത്ത് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ പറയുകയാണെങ്കിൽ ആരോഹണം ചെയ്യുമ്പോൾ ഇവിടെ പറയുന്ന ഒരിതാണ്, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. ഇവിടെ പറയാം, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവൻ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്ന് പറയാണ്. മറ്റൊരു സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, 42 സങ്കീർത്തനം. അത് കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം, ഒരു ധ്യാനം എന്നാണ് ശീർഷകമെങ്കിൽ നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിക്കത് ഹീബ്രുവിൽ നേരിട്ടുള്ളതിൽ അതിൽ വരുമ്പോൾ അത് ദാവീദിൻ്റെ തന്നെ സങ്കീർത്തനം എന്നാണ് പറയുന്നത്. അവിടെ പറയുന്ന, ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാനിടയാകും. നിൻ്റെ ദൈവയുടെ എന്ന് പറഞ്ഞ് എന്നോട് നിത്യം പറഞ്ഞ് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളുമെന്നിൽ പകരുന്നു. ആ മനോഹരമായ നാളുകളെ ഓർത്ത് സന്തോഷത്തോടെ, സ്തോത്രത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെന്നിരുന്ന ആ സമയത്തെ ഓർത്ത് ഉള്ളം ആനന്ദിക്കുന്നു എന്നാണ് ദാവീദോട് പറയുന്നത്. ഇവിടെ പറയുകയാണ്, ദേവാലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിച്ചു എന്ന് പറയണം. ഏകദേശം 480 സിനഗോഗുകൾ ഉണ്ടായിരുന്ന പറയുന്നത് കണക്ക്, അങ്ങനെ ആപ്റ്റായിരിക്കണം. അങ്ങനെ ഏകദേശം 480 സിനഗോഗുകൾ അക്കാലത്തുണ്ടായിരുന്നാൽ ഒരു യെരൂശലേം ദേവാലയമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സിനഗോഗുകളിൽ അറബിമാർ, അവർ മതപണ്ഡിതന്മാർ, അവർ പഠിപ്പിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് പ്രബോധിപ്പിക്കുക, അത് പാരായണം ചെയ്യുന്നൊക്കെ സ്ഥലമായിരുന്നു അത്. എന്നാൽ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, യാഗങ്ങളും അതെല്ലാം നടക്കുന്ന യെരൂശലേം ദേവാലയത്തിലാണ്.
സിനഗോഗുകളിലൊന്നും നടക്കുകയില്ല. അപ്പം എങ്ങനെയൊക്കെ പറഞ്ഞാലും അവർക്ക് ഏറ്റവും പ്രിയമെന്ന് പറയുന്ന യെരൂശലേം ദേവാലയമാണ്. ആണ്ടിൽ 3 പ്രാവശ്യം പുരുഷന്മാരെല്ലാം അവിടെ വന്നിരിക്കണമെന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. 3 പെരുന്നാളുകൾക്ക്, പെസഹായ്ക്കും പെന്തിക്കോസ്തിക്കും കൂടാര പെരുന്നാളിനും 3 പ്രാവശ്യം അവിടെ വന്നിരിക്കണമെന്ന്. അല്ലാത്തവൻ ഛേദിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത്രമാത്രം ഒരു പ്രാധാന്യം അവർ കൽപ്പിച്ചിരുന്നു ആരാധന ഈ ദേവാലയത്തിന് എന്ന് പറയുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ സ്ഥാനം മനുഷ്യ ജീവിതത്തിന് തന്നെ വന്നു. പുറമെ നമ്മൾ കൂടി വരുന്നു, അതിന് അത്രയ്ക്ക് പ്രാധാന്യം നമുക്ക് ലഭിക്കാറില്ല. ആ കെട്ടിടങ്ങൾക്ക് നമ്മളിന്ന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. പഴയ നിയമ കൺസെപ്റ്റ് ഉള്ളതുപോലെയല്ല പുതിയ നിയമത്തിൽ വരുമ്പോൾ. ഇന്ന് 2 3 പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്നുണ്ട്, നടുവിൽ ഞാനുണ്ട് അല്ലേ. ദേവാലയം എന്ന് പറയുമ്പോൾ ദൈവം വസിക്കുന്ന ആലയമാണല്ലോ. ഇപ്പോൾ ആരാ ദൈവത്തിൻ്റെ ആലയമെന്ന് വ്യക്തമായിട്ട് പുതിയ നിയമത്തിൽ വരും. ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. എന്താണ്? നിങ്ങൾ തന്നെ ദൈവത്തിന് വന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളാണ് ദൈവത്തിൻ്റെ മന്ദിരമെന്ന്. ആ മന്ദിരങ്ങളായ ജീവനുള്ള വിശ്വാസികൾ ചേർന്ന് വരുന്ന സ്ഥലം, അത് ആരാധനാ സ്ഥലം. അത് ചേർന്ന് വരുമ്പോഴേ അതിന് പ്രത്യേകതയുള്ളൂ. കുടിയിരിക്കുന്ന ദൈവമല്ല, അത് ഒരു മറ്റൊരു വിജാതീയമായ ഒരു ഇതാണ്, ചിന്തയാണത്. കുടിയിരിക്കുന്ന ദൈവം, ദേവാലയങ്ങളിൽ കുടിയിരിക്കുക, അവിടെ വസിക്കുക ഇല്ല. നമ്മുടെ ജനങ്ങൾ ദൈവം സ്വർഗസ്ഥനാണ്. നമ്മളെപ്പോൾ പ്രാർത്ഥിച്ചാലും എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്നത്. വിശ്വാസത്താൽ അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു, വിശ്വാസത്താൽ അവൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു. നമ്മൾ കൂടി വരുമ്പോഴാണ് ഇറങ്ങി വരുന്നത്. അവൻ്റെ ശരീരമാകുന്ന സഭ അത് അദൃശ്യമാണ്, നമ്മുടെ നഗ്നേത്രങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. ദൃശ്യമായത് മാത്രം നമ്മൾ കാണും. അദൃശ്യമായ സഭ, വിശ്വാസികളുടെ കൂട്ടം, അതാണ് സഭ എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തുവിൻ്റെ ശരീരമെന്ന്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദ ബ്രൈഡ് ഗ്രൂം, അത് മണവാളൻ, മണവാട്ടി സഭ, ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. ഇവിടെ നമുക്ക് അങ്ങനെ അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അവരിവിടെ പറയണേ, യഹോവയുടെ ആലയത്തിലേക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞ് സന്തോഷിച്ചു. യെരൂശലേമേ ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രത്തിൻ്റെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അവിടെ ന്യായാസനങ്ങൾ, ദാവീദ് ഗൃഹത്തിൻ്റെ ന്യായാസനങ്ങൾ ഇരിക്കുന്നു. ഇവിടെ ഈ എബൂസ്യ നഗരം, എബൂസ്യരുടെ നാടായിരുന്നു യെരൂശലേം എന്ന് പറയുന്നത്. വിജാതീയമായ വിഗ്രഹങ്ങളൊക്കെ നിറഞ്ഞിരുന്ന നാടാണ്. അവിടെയാണ് യെരൂശലേമായിട്ട് മാറുന്നത്. ഇപ്പോൾ ഒരു കാലത്ത് തിന്മയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തിരുന്നതാണ്, തിന്മ നടന്നിരുന്ന ഒരു സ്ഥലമാണ്, അന്യാരാധന നടന്നിരുന്ന ഒരു സ്ഥലം. അത് റിക്കവർ ചെയ്ത് വീണ്ടെടുത്ത് അതിനെ സത്യദൈവത്തിൻ്റെ ആലയമുള്ള ദേശമാക്കി മാറ്റി, പർവ്വതമാക്കി മാറ്റി. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങൾ ഇങ്ങനെയായിരിക്കണം. പഴയ കാലത്തും പൂർവ്വകാലത്ത് ഒരു അനുഭവം, എന്നാൽ ഇന്ന് എൻ്റെ ജീവിതം എങ്ങനെയുണ്ട് ദൈവത്തോട് ചേർന്നുള്ള. അങ്ങനെ ഒരു വ്യത്യസ്തമായ നിഴലും പൊരുളും ഇരുളും വെളിച്ചവും പോലെ ഒരു വ്യത്യസ്തമായ ഒരു ജീവിത അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കുക. അങ്ങനെ അനുഭവം നമ്മുടെ ഉണ്ടാകണം അനുദിനം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളില്ലെങ്കിൽ അത് വെറും ഒരു അറിവായിട്ട് ശേഷിക്കുക. അത് വിശ്വാസം എന്ന് പറയാൻ പറ്റത്തില്ല. അറിയുന്നു, എനിക്കറിയാൻ, ഐ നോ ഇറ്റ്, ബട്ട് ഐ ഡോണ്ട് ബിലീവ്. വിശ്വസിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. വിശ്വാസവും അറിവും രണ്ടാണ്. ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവ് അത് വിശ്വാസമായിട്ട് മാറുന്നില്ല. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ സ്വന്തമാക്കണം വിശ്വസിച്ചുകൊണ്ട്. ഇവിടെ പറയുകയാണ്, ഇസ്രായേലിൻ്റെ സാക്ഷ്യത്തിനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറിച്ചില്ല. അവിടെ ന്യായാസനങ്ങൾ, ദാവീദ് ഗൃഹത്തിന് ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. യെരൂശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനങ്ങളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. ഇവിടെ യെരൂശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുമെന്ന് പറയുക. യെരൂശലേം സമാധാനത്തിന് നഗരമെന്നാണ് അർത്ഥം. പക്ഷേ ഇന്നും അസമാധാനം എരിയുന്ന ഒരു പട്ടണമായി, ഒരു ദേശമായിട്ട് ഇന്നും പ്രസൻറ്റിലും നമുക്ക് കാണുന്നുണ്ട്. യുദ്ധങ്ങളും യുദ്ധകൃതികളും യുദ്ധസ്ഥിതികളും ഇന്ന് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന, അതിന് നടുവിൽ വസിക്കുന്ന ഒരു ജനതയാണത്. അപ്പോൾ അതിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ഇവിടെ തിരുവഴുത്ത് നമ്മളോട് പറയുകയാണ്. അതിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നേരത്തെ എല്ലാം ചില പൗരസ്ത്യ മതങ്ങളിലെല്ലാം ശപിക്കുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇന്നതൊക്കെ മാറ്റി വരുന്നുണ്ട്. കാരണം അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്ന്. അത് ആ വാഗ്ദത്തം അബ്രഹാമിനുള്ള ബന്ധത്തിൽ, ഇസ്രായേലിൻ്റെ ബന്ധത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്.
പുതിയ നിയമസഭയ്ക്കല്ല, പഴയ നിയമസഭയ്ക്ക് ഇന്നും യഹൂദന്മാർക്കത് ആ വാക്ക് നിൽക്കുന്നുണ്ട്. അവരാണ് അബ്രഹാമിക് ഇതായിട്ട് വന്നത്. നമ്മൾ വിശ്വാസത്താലാണ് അബ്രഹാമിൻ്റെ മക്കളായത്. അവർ ജനറ്റിക്കൽ തന്നെ, ആ ത്രൂ ജനറേഷൻസ് ബയോളജിക്കൽ തന്നെ അബ്രഹാമിൻ്റെ ഹെറിഡിറ്ററി പാരമ്പര്യം പേർന്നവരാണ്. നമ്മളൊക്കെ വിശ്വാസത്തിൽ അബ്രഹാമിന് മക്കളായിത്തീരുക, സാറയുടെ മക്കളായിത്തീരുകയാണെന്ന് പറയും. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, യെരൂശലേമിന്റെ നന്മയ്ക്ക് വേണ്ടി അതിൻ്റെ സമാധാനത്തിൽ പ്രാർത്ഥിക്കുവാൻ, അതിൻ്റെ കൊത്തടങ്ങളിൽ സമാധാനം, അരവങ്ങളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. എൻ്റെ സഹോദരന്മാരും കൂട്ടാളികൾ നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയ നിമിത്തം ഞാൻ നിൻ്റെ നന്മ അന്വേഷിക്കും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയ നിമിത്തം ഞാൻ നിൻ്റെ നന്മ അന്വേഷിക്കുമെന്ന്. ദൈവാലയമുള്ളതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. യെരൂശലേം ഇസ്രായേൽ ജനത്തിന് ഇപ്പോൾ ഓരോരുത്തർക്ക് ക്രിസ്തീയതയ്ക്ക് ആലയങ്ങൾ എവിടെ വേണമെങ്കിലും പണിയാം. എന്നാൽ അന്ന് തന്നെ ഈ 12 ഗോത്രങ്ങളുള്ളപ്പോൾ തന്നെ ഒരാലയമേ പാടുള്ളൂ എന്നാണ്. വേറൊരു സ്ഥലത്തും ഒരു ആലയങ്ങൾ പണിയാനായിട്ട് അവർക്ക് സാധ്യമായിരുന്നില്ല. ദൈവം തന്നെ അതിനെ അനുവദിച്ചിരുന്നില്ല. സിനഗോഗുകളാണ് കൂടി വരാനുള്ള സ്ഥലങ്ങളായിട്ട് അവർ കൂടിയിരുന്നത്. എന്നാൽ ദേവാലയം എന്ന് പറയത്തക്കണ യെരൂശലേം മാത്രം. നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ വരുമ്പോൾ ആ സ്ഥാനം ഏതാണ്? ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവാണ് ആ സ്ഥാനം. യേശുവാണ്, അവനാണ് നമ്മുടെ ആലയം. നമ്മൾ അവൻ്റെ ആലയമായിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ആലയമാണ്. അവനിലാണ് നമ്മൾ സകലവും കണ്ടെത്തുന്നത്. അവനിലാണ് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും വാസം ചെയ്യുന്നത്. അവൻ്റെ യാഗത്താലാണ് നമുക്ക് മോചനം എന്ന് പ്രത്യക്ഷമായ ഒരു യെരൂശലേം ആലയത്തിലേക്ക് ചെന്ന് യാഗാർപ്പണത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടി തന്നെ യാഗമായി നൽകിയ ആ മഹാപുരോഹിതൻ, നമുക്ക് വേണ്ടി ബലിയായി തീർന്ന നല്ല ഇടയനാകുന്ന യേശു ക്രിസ്തു, ആ യാഗത്തിലാണ് നമുക്ക് രക്ഷ. അവനിലാണ് നമ്മൾ വസിക്കുന്നത്, അവനിലാണ് ആനന്ദം, അവനിലാണ് സമാധാനം, എല്ലാം അവനിലാണ്. അപ്പം ഇന്ന് യെരൂശലേം എന്ന് പറയുന്ന ഇത് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് അത് കൈമാറ്റം ചെയ്യുകയാണ്. അത് മാറിയതായിട്ട് കാണുകയാണ്. ഇന്ന് ക്രിസ്തുവാണ് നമുക്കെല്ലാം. ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനോടുകൂടി, ഈ വാക്കുകളാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. ഇൻ ക്രൈസ്റ്റ്, വിത്ത് ക്രൈസ്റ്റ്, ഫോർ ക്രൈസ്റ്റ്. അതൊക്കെയാണ് പുതിയ നിമിത്തം തുടർന്ന് വരുന്നത്. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഞങ്ങൾക്കെന്നല്ല, ക്രിസ്തുവിനെന്നവണ്ണം, ദൈവത്തിനെന്നവണ്ണം അത് ചെയ്യുവീനെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ തിന്നാലും കുടിച്ചാലും ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും എല്ലാം അവനോടുകൂടെ വസിക്കേണ്ടതിന് എല്ലാം ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടാണ്. കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ബന്ധത്തിലാണ് നമ്മുടെ ജീവിതങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. അവനാണ് ശ്രേഷ്ഠ, അവനാണ് മഹത്വം. ഒരു മന്ദിരത്തിനോ ഒരു കെട്ടിടത്തിനോ ഒരു മഹത്വമൊന്നും നമ്മൾ കൊടുക്കാറില്ല. മഹത്വത്തിന് യോഗ്യൻ കുഞ്ഞാട് മാത്രം. സ്വർഗം നമ്മൾ കാണുക വെളിപ്പാട് പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ അനന്തരം സ്വർഗം തുറന്നിരിക്കുന്ന അവിടെ കുഞ്ഞാടിന് മൂപ്പന്മാരെല്ലാം നിന്നുകൊണ്ട് കിരീടങ്ങൾ താഴെയിട്ടുകൊണ്ട് സർവ്വമഹത്വത്തിനും കുഞ്ഞാടേ നീ യോഗ്യനെന്ന് പറഞ്ഞ് ആർത്ത് വിളിക്കുന്നതാണ്. അവിടെ നെടുമ്പാട് വീഴുന്നതാണ്, ആരാധിക്കുന്നതാണ്. എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനകളായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഒരിക്കലും മറക്കാത്തതായി തമ്മിൽ ഇണക്കിയ നഗരമായ യെരൂശലേം പോലെ ഞങ്ങളുടെ ജീവിതത്തെ പുളകിതമാക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ആനന്ദദായകമായ സമാധാന നിറവായ ജീവിതങ്ങളാക്കി മാറ്റുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തിനായി, അവിടുത്തെ യാഗത്തിനായി, അവിടുത്തെ സ്നേഹത്തിനായി എല്ലാം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവോദ്ദേശം പരിപൂർണമായി നിർവഹിക്കപ്പെടുവാൻ തക്കവണ്ണം ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നുവെന്ന് തിരുവെഴുത്തുകൾ വായിക്കുന്ന പോലെ ഞങ്ങൾക്ക് ക്രിസ്തുവിനോടുള്ള എരിവ്, ക്രിസ്തീയതയോടുള്ള എരിവ്, യഥാർത്ഥ ദൈവഭക്തി ഞങ്ങൾ എരിവുള്ളവരായിരിക്കാൻ, അപ്പോൾ ആ സാക്ഷ്യമുള്ള ജീവിതമുള്ളവരായിരിക്കും ഞങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നിമിത്തം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. പിതാവാം ദൈവമേ, അവിടുത്തെ സാക്ഷ്യമുള്ള മക്കളായി സൽഗുണപൂർണരായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് നയിക്കണമേ, നടത്തണമേ. ഇതുവരെ നല്ല കൃപകൾക്കായി സ്തുതി. എല്ലാ ആവശ്യങ്ങളും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കൂട്ടായിരിക്കണമേ. എല്ലാ കൂടിയവരും തിരുനാമത്തിൽ തന്നെ തിരുനാമത്തോടൊന്ന് മാത്രം എടുക്കണം. ഇന്ന് വന്നേക്കും തന്നെ. ആമേൻ. ഉണരുക നീയൻ ആത്മാവേ, ചേരുക യേശുവിൻ അരികിൽ. തുണയവനല്ല താരുള്ളൂ, കീഴകൾ നമ്മെ പാലിപ്പാൻ. ഉണരുക നീയൻ ആത്മാവേ, ചേരുക യേശുവിൻ അരികിൽ. തുണയവനല്ല താരുള്ളൂ, കീഴകൾ നമ്മെ പാലിപ്പാൻ.